മൂപ്പര് പറഞ്ഞ വേറൊരു സംഗതി കൂടെ പ്രത്യേക ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണേ. മരിച്ചു പോയി കഴിഞ്ഞാൽ ഇൻകിതാവുലാമാലാണ്. മൂപ്പരെ ചെവി പിന്നെ കേൾക്കൂല, മൂപ്പർക്ക് മരിച്ചവരെ കേൾക്കൂല, കാണൂല, ഒന്നുമില്ല അല്ലേ? അതായത് മൂപ്പര് പറഞ്ഞത് നമ്മളെ ഉമ്മയോ വാപ്പയോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെ കൊണ്ട് കുഴിച്ചിടണ പോലെ കുഴിച്ചിട്ട് നമ്മൾ ഇങ്ങ് മഅസ്സലാമ എന്ന് പറഞ്ഞ് പോരണെന്ന്. അതിന് വല്ലാത്തൊരു അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ വ്യക്തിയുടെ ഒരു വീഡിയോ 2 ദിവസം മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അല്ലാത്തവരെ ഇവർ വിളിച്ചു തേടുന്ന ആളുകൾ, ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു തേടുന്നുണ്ടല്ലോ, ആ വിളിച്ച് സഹായം തേടുന്ന ആളുകൾ, ആ ആളുകളോട് സഹായം തേടുന്നത് ഷിർക്കാണ് എന്ന് അള്ളാന്റെ ഖുർആനിൽ നിന്നൊരു ആയത്ത് തരുമെന്ന്. അപ്പം നമ്മളൊരു 5-6 ആയത്തൊക്കെ അവിടെ ഓതിയിരുന്നു. അപ്പം അത് പോരാന്നാണ് ഇപ്പം മൂപ്പര് പറയുന്നത്. അതോടൊപ്പം പച്ചക്കളവ്, ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന വിധത്തിൽ പച്ചക്കളവാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വിശദീകരിക്കാം. ഇവിടെ പറഞ്ഞത് ഇൻകിതാഉൽ അമാൽ, നമ്മളെ വിളിച്ചു തേട്ടം അവർ കേൾക്കൂല, ചെവിയുടെ കേൾവി അവിടെ നിലച്ചു പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇൻകിതാഉൽ അമാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമാലുകളൊക്കെ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. മരിച്ച വ്യക്തി ശ്വസിക്കൂല, മരിച്ച വ്യക്തി സംസാരിക്കൂല, മരിച്ച വ്യക്തി കേൾക്കൂല, മരിച്ച വ്യക്തി ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, മരിച്ച വ്യക്തി മണക്കൂല, ശ്വസിക്കൂല, മരിച്ച വ്യക്തി നടക്കൂല, മണ്ടൂല, ഒന്നും ചെയ്യൂല, മരിച്ച വ്യക്തി ഒന്നും ചെയ്യൂലടേ. ഇതാണ് ഇൻകിതാഉൽ അമാൽ എന്ന് പറഞ്ഞ്. മരിച്ച വ്യക്തിയുടെ കേൾവി, ചെവി കൊണ്ടുള്ള കേൾവി നിലച്ചു പോയി. ഇനി ബർസഖിയായ കേൾവിയുണ്ട്, അത് ചെവി കൊണ്ടാ കേൾക്കുക എന്നുള്ളത് ആരെങ്കിലും എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ മലായിക്കത്തീങ്ങൾ വന്ന് മുൻകറും നക്കീറും വന്നുകൊണ്ട് മൻ റബ്ബുക മൻ ദീനുക മൻ നബിയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യം ചെവി കൊണ്ടാ കേൾക്കുക എന്നുള്ളത് ആരാണ് മൊയ്ലിയരെ ഇങ്ങളെ പഠിപ്പിച്ച്? കറനിയാൽ കേൾക്കുമെന്ന് പ്രവാചകർ പറഞ്ഞു. അത് ചെരുപ്പടി ശബ്ദം കേൾക്കുമെന്നാണോ, നമ്മളുടെ ചെരുപ്പടി ശബ്ദം അകന്നു പോകുമ്പോൾ അവർ കേൾവി തുടങ്ങുമെന്നാണോ? എന്ത് തന്നെയാണെങ്കിലും നിങ്ങളും ഞാനും കേൾക്കുന്ന പോലെ നമ്മുടെ ചെവി കൊണ്ടാണ് കേൾക്കുക എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നശിച്ചു പോകുന്ന, മണ്ണായി പോകുന്ന ഈ ശരീരം മണ്ണായി കഴിഞ്ഞാലും അവർ കേൾക്കുന്നുണ്ട്, അള്ളാഹു അവരെ കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു കൂവിയാലോ, വിളിച്ചു തേടിയാലോ, വിളിച്ച് പ്രാർത്ഥിച്ചാലോ അവർ കേൾക്കുമെന്ന് എവിടെയെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? അള്ളാഹു അവരെ കേൾപ്പിക്കുന്നു. നിങ്ങൾ വിളിച്ചാൽ അള്ളാഹു ആണ് അവരെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ അള്ളയാണ് പറഞ്ഞത് ഖബറിലുള്ളവരെ കേൾപ്പിക്കാനാവില്ല എന്ന്. നിങ്ങൾ സൂറ ഫാത്തിറിലത്തെ ആയത്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പ്രവാചകരെ നിങ്ങൾക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നാ. ഇവിടുത്തെ ഈ മൂശേട്ടകൾക്ക് കേൾപ്പിക്കാൻ കഴിയുന്നാണോ ഈ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കണ്ട. പടച്ച റബ്ബ് പറയാണ്, പ്രവാചകരെ, മാനവരിൽ മഹോന്നതനായ ഈ ലോകത്തിന്റെ നായകൻ സദ്ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ കൃമികീടങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയുന്നാണോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിയില്ല. നിങ്ങൾ ഇവിടെ നിന്ന് വിളിച്ച് തേടിയാൽ കേൾക്കില്ല. ഞാൻ ആരാ കേൾക്കുക? എന്നും ഹയ്യും ഹാലിറുമായിട്ടുള്ള, ഒരിക്കലും നശിച്ചു പോകാത്ത, സൃഷ്ടിക്കപ്പെടാത്ത റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമാണ് ഏത് സമയത്തും നമ്മെ കേൾക്കാൻ കഴിയുക. അതല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇദ്ദേഹം പറഞ്ഞ കളവെന്താണ്? ഇൻകിതാഉൽ അമാൽ, നമ്മുടെ ശരീരത്തിന്റെ അമാലുകൾ, പ്രവർത്തനങ്ങൾ നിലച്ചു പോയി. ഇനി ഈ ഭൂമിയായിട്ട് നമുക്കൊരു ബന്ധമല്ല. നമ്മളെ ഭൂമിക്ക് അടിയിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ അത് മറ്റൊന്നാണ്, ബർസക്കാണ്, അവിടേക്ക് നമ്മൾ കയറി ചെല്ലണ്ട. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു മൃഗത്തെ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് പോലെ ആണ് എന്നാണോ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? അപ്പൊ ഈ ആള് കമന്റിൽ 1-2 ആളുകൾ പറഞ്ഞിരുന്നു, ഇവരുടെ ആളുകൾ തന്നെ, അല്ല തലയിൽ കെട്ടിന്ന് എഴുതിയിട്ട് മുസ്ലിയാരാവണമെന്നുണ്ടോ? തലയിൽ കെട്ടിയിട്ടും കാര്യമില്ല, ഇനി കിതാബ് ഓതിയിട്ടും കാര്യമില്ല, ഇനി കിതാബ് ഓതിയിട്ട് മുസ്ലിയാരായിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ബാക്കി കൊണ്ട് നമുക്ക് മനസ്സിലാകുക. കേൾക്കാം. എന്തിനാണ് പൊന്നാര ഹബീബേ ഒരു 3 സെക്കൻഡ് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ അപ്പുറം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഈ കേൾക്കുന്ന ആളുകൾക്ക് എൻ്റെ വീഡിയോയുടെ കമന്റ് കണ്ടറിയുമല്ലോ. ആ പറഞ്ഞ കാര്യങ്ങൾ താങ്കളെയാണ് അവിടെ ആളുകളെ ഇതെന്ത് മൊയ്ലിയാരാന്ന് ചോദിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അവിടെ ഒരു കമന്റെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വരണ്ടത്. ഫേസ്ബുക്കിൽ 1-2 ആളുകൾ വന്ന് പറഞ്ഞു അദ്ദേഹം സഹായം തേടുന്ന കാര്യമാണെന്ന്. ഇവിടെ ഹയാത്തുള്ള ആളോട് സഹായം തേടുന്ന കാര്യമല്ലല്ലോ നിങ്ങൾ ഈ പറയണത്. മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കണം അമ്പർത്ത തങ്ങള്, അതുപോലെ തന്നെ CM മടവൂര്, മുഹിയുദ്ദീൻ ഷെയ്ഖ്, ഇനി ഏത് ഷെയ്ഖുമ ഷെയ്ഖ് ആയിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, അള്ളാന്റെ കലാമിലോ പ്രവാചകന്റെ ചര്യയിലോ അങ്ങനെ അവരെ വിളിച്ച് തേടാൻ പഠിപ്പിച്ചിട്ടില്ല. ഷിർക്കാണ്. അതിന് വല്ലാത്തൊരു മനക്കെട്ട് തന്നെ വേണം കേട്ടോ. തോരക്കാൻ പാടില്ല, യാസീൻ ഓതാൻ പാടില്ല, സലാം ചെല്ലാൻ പോലും പാടില്ല. കാരണം ഓല് കേൾക്കൂല്ല, ഓല് കാണൂല്ല, കേൾക്കൂല്ല, ഒന്നുമില്ല. അപ്പൊ നിങ്ങള് യാസീൻ ഓതുന്നത്
ദുആ ചെയ്യുന്നത്, സലാം ചൊല്ലുന്നത്, ഇതൊക്കെ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് സലാം എന്നറിയാതെയാണോ? ആ കെട്ടയച്ച് കളഞ്ഞിട്ട് വീഡിയോ ചെയ്യും മനുഷ്യ. സലാം എന്ന് പറഞ്ഞാൽ ദുആയാണ്. അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഇകൂൻ. അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? അല്ലേ? ഈ സലാം പറഞ്ഞത് ആ മയ്യത്ത് കേൾക്കാനാണോ? അല്ല, ഇപ്പൊ നമ്മൾ ഇവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞത് കേൾക്കാനാണ്. സലാം ഒരു മനുഷ്യൻ കേൾക്കാനാണ് പറഞ്ഞത്, അവിടുന്ന് ആ മനുഷ്യൻ ഇങ്ങോട്ടുമാണ്. എന്നാൽ നമ്മൾ കേൾക്കലാണോ അതിൻ്റെ ഒന്നാമത്തെ കാര്യം? അതിൻ്റെ മെയിൻ കാര്യം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ എന്താണ് മൊയ്ലിയരെ? ഇത് കേൾപ്പിക്കലാണോ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ പോലെ സാധനമാണത് ആണോ? അതോ അള്ളാഹുവിനോട് ആ സഹോദരന് രക്ഷയും സമാധാനവും നൽകാനുള്ള കാര്യമാണോ? അതും അറിയില്ല. പിന്നെ ദുആ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ എവിടെ പറഞ്ഞ്? മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മരിച്ചോനോട് ദുആ ചെയ്യാനാണോ? ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടാണോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന രീതി 3 കോലത്തിലായിരിക്കുമെന്നാണ് ഹദീസ് പറയുന്നത്. ഒന്നുകിൽ ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, മൂന്നാലൊരു കോലത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതു, ഒന്നുകിൽ ആ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ എന്താണോ ചോദിച്ചെങ്കിൽ അതന്നെ റബ്ബാണ് കൊടുക്കും. അതല്ലെങ്കിൽ വ ഇമ്മ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ആ ചോദിച്ചതിന് പകരം ആഖിറത്തിലാണ് കൊടുക്കുക, ഇവിടെ ഉണ്ടാവില്ല. മൂന്നാമത്തത് വ ഇമ്മ അൻ യൻസരിഫ അൻഹു മിനസ്സൂഇ മിത്ലഹ, ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു ആഫത്ത് തട്ടി മാറ്റാൻ ആ ചോദിച്ചത് ഒരു കാരണമാവും. ഇങ്ങനെ മൂന്നാൽ ഒരു കോലത്തിലാണ് ദുആഇന് ഇജാബത്ത് ഉണ്ടാവുക എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണല്ലോ ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, യതമന്നൽ മുഅ്മിനു ഫിൽ ആഖിറ ഹീന യറാ സവാബ ദുആഇഹി അല്ലദീ ലം യുസ്തജബ് ലഹു ഫിദ് ദുനിയാ, ദുനിയാവിൽ ചോദിച്ചിട്ട് കിട്ടാതെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ച കാര്യങ്ങളില്ലേ, അന്ന ദുആഹു കുല്ലഹു കാന ഖദ് ദുഖിറ ലഹു, ആഖിറത്തിലേക്ക് മാറ്റിവെച്ച ആ കാര്യങ്ങളൊക്കെ നാളങ്ങനെ വിശ്വാസിയായ മനുഷ്യൻ പരലോകത്ത് അനുഭവിക്കുമ്പോൾ ഫയഖൂൽ, അവൻ പറയുമത്രേ, യാ ലൈത അന്നഹു ലം യുസ്തജിബ് ലി ദഅവതുൻ ഫി ദുനിയാ, ദുനിയാവിൽ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യത്തിനും പടച്ചോനെ ഉത്തരം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത്. ഞാൻ ചോദിച്ചതിനൊന്നും ഉത്തരം ദുനിയാവിൽ കിട്ടാതെ ഒക്കെ ആഖിറത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചോനെ എന്ന് ഒരു വിശ്വാസി കൊതിച്ചു പോകുമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥനയാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവലംബം. ഇതാണ് നിങ്ങൾക്ക് ചെറിയൊന്നിൽ പോയിട്ട് അലിഫും ബാവും മുതൽ പഠിക്കണം. ഈ അള്ളാന്റെ ദീൻ എന്താണെന്നുള്ളത് ചുക്കും ചുണ്ണാമ്പും നിങ്ങൾ പഠിച്ചിട്ടില്ല. എന്നിട്ട് എന്തിനാണ് മനുഷ്യ അങ്ങനെ വഷളാകാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ മോശമാക്കി കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ആ അന്തസ്സുണ്ടല്ലോ, അത് നിങ്ങൾക്കില്ലെങ്കിലും മുസ്ലിം ഉമ്മത്തിനുണ്ട്. അള്ളാഹുവിങ്കൽ മതമായ ഇന്നദ്ദീൻ എന്തല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഇസ്ലാമിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്, മനസ്സിലാക്കിക്കോ. ഇനി എന്തിനാണ് ഇവരൊക്കെ ഇതിനെ ഇറങ്ങിയിട്ടുള്ളതെന്നറിയോ? സ്വാർത്ഥ ലാഭം, കാര്യലാഭം. ഇവിടെയുള്ള ഈ വഹൻ എന്താന്നുള്ളത് സഹോദരന്മാരെ അറിയാത്തവർ മനസ്സിലാക്കിക്കോ. ഹുബ്ബു ദുനിയ കറാഹത്തുൽ മൗത്ത്, ഈ ദുനിയാവിലുള്ള സുഖത്തോടുള്ള, ഭോഗങ്ങളോടുള്ള, സുഖലോലുപതയോടുള്ള പ്രിയം, മരണഭയം, ഇതാണ് വഹന് എന്നുള്ളത് നിങ്ങളിൽ ബാധിച്ചിരിക്കുന്നു. വഹന് കാരണമാണ് നിങ്ങൾ ഈ അള്ളാഹുവിൽ പങ്കു ചേർക്കുവാൻ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നത്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയപ്പെടുന്ന ആളുകൾ അതിന് ഖിയാനത്ത് വരുത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ വഹന്, ഈ ഹുബ്ബു ദുനിയ, ഈ ദുനിയാവിനോടുള്ള പ്രിയം, അതുപോലെ തന്നെ മരണഭയം. ദുനിയാവിനെ പ്രിയം വെച്ചിട്ട് കാര്യമില്ല. ഈ ദുനിയാവ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. മരണഭയം കൊണ്ടും കാര്യമല്ല. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുക തന്നെ ചെയ്യും. അത് പ്രകൃതി നിയമമാണ്. അത് അള്ളാഹു പ്രകൃതിയിൽ സംവിധാനിച്ചതാണ്. ഒരു ജീവിയും, ഇനി ജീവൻ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, നശിച്ചു പോകും. അള്ളാഹുവിൻ്റെ പ്രതാപമല്ലാതെ ഒന്നും ഇവിടെ അവശേഷിക്കില്ല. അള്ളാഹുവിൻ്റെ മലായിക്കത്തീങ്ങൾ അവരും ഇല്ലാതായി പോകും. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെല്ലാം തന്നെ ഇവിടെ നശിച്ച് പോകുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഇവിടെ അവശേഷിക്കും. അള്ളാഹുവിൻ്റെ പ്രതാപം മാത്രം, അള്ളാഹു മാത്രമേ ഇവിടെ നിലനിൽക്കുള്ളൂ. ആ അള്ളാഹുവിനോട് നാണോ മാനോ ഊരും ചേലുമില്ലാണ്ട് ഈ റമളാൻ മാസത്തിൽ നന്ദികേട് കാണിക്കുന്നത്, ഇതിനെയൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 2 പ്രയോഗങ്ങളുണ്ട്. റമളാൻ കഴിയട്ടെ അന്നെ ഞാനത് വിളിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ വഹാബിസം എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരിച്ചവരെ അങ്ങനെ കൊണ്ടേ മറമാടിയിട്ട് തിരിച്ചു പോരാൻ
ഒന്നും ഓർക്ക് വേണ്ടി ചെയ്യണ്ടാം. ഇതിനൊരു ഉമ്മ പറ്റ മോൻക്ക് കയ്യോ? ഒരു വാപ്പ നോക്കി വളർത്തി വലുതാക്കിയ മോൻക്ക് കയ്യോ? സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും കബറ് കൊണ്ടേ താത്തിയിട്ട് ഒരക്ഷരം പോലും ചൊല്ലാതെയും പറയാതെയും ഓർക്ക് വേണ്ട ഒന്നും ചെയ്യാതെ തിരിച്ചു പോരാന്ന് പറയുമ്പോ എത്രത്തോളാണ് ഇപ്പൊ അതിന്റെ ഒരു ആ ഒരു മനസ്സിന്റെ കടുകട്ടി എത്ര. മൊയ്ലിയമാർക്ക് വേണ്ടിയിട്ട് ഫ്രീ മാർക്കറ്റിംഗ് ആണ്. ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മൊയ്ലിയരെ കൊടുന്നിട്ട് കിതാബും കെട്ടെടുത്തിട്ട് ചൊല്ലിക്കോളി മൗലായ എന്നും പറഞ്ഞിട്ട് മൗലായ ചെല്ലലില്ല, അത് ഇസ്ലാമിലില്ല. ദുആ ചെയ്യലുണ്ട്. എൻ്റെ ഉമ്മയും വാപ്പയും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയുടെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ വാപ്പയുടെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ അനുജൻ വളരെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യാറുണ്ട്. അതിൻ്റെ അപ്പുറം മോലേരെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ദുആ അർപ്പിച്ചിട്ട് 10 പൈസ ഞാൻ കൊടുക്കൂല, അവർക്ക് തിന്നാനും കൊടുക്കൂല. എന്തിനാത്? എൻ്റെ വല്യപ്പാക്കും വല്യമാക്കും എൻ്റെ അനുജനും വേണ്ടിയിട്ട് ഞാനാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ അതിന് ഞാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം ഈ തലയെക്കെട്ടും കെട്ടി നടക്കണ ഈ ആളുകൾ പോലെ എന്താണെന്നുള്ളത് റംലാൻ കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. ഇജാതി വർത്താനായിട്ട് ഇറങ്ങിക്കുക. പറമൊയിലേറെ ഇവിടെ ആരും ഫോൺ ഹാങ് അയക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. ഇവിടെ ആരും മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഖബർ സിയാറത്ത് അത് നമ്മുടെ സ്വന്തം ഒന്നുമില്ല. നമുക്ക് പറ്റുന്നിടത്തോളം ഖബർ സിയാറത്ത് ചെയ്യാം, മരണം ഓർക്കാനും ആ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. എന്നാൽ ഈ മുസ്ലിയാർ ഈ പൊറാട്ട് നാടകം കൊണ്ട് വന്നിട്ടുള്ളത് മുസ്ലിയാക്കന്മാരെ വിളിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ചെല്ലും ചെലവും കൊടുത്തിട്ട് ഇങ്ങനെ അതിന് അന്ധവിശ്വാസികൾ ഞാൻ ദുആ ചെയ്താൽ എൻ്റെ അള്ളാഹു കേൾക്കും, എൻ്റെ അള്ളാഹു അത് മനസ്സിലാക്കും, എൻ്റെ ദുആ അള്ളാഹ് സ്വീകരിക്കും എന്ന് ഉറപ്പുള്ളൊരു മുഅ്മിനായ മനുഷ്യന് ഒരു മൊയ്ലിയാരുടെ ആവശ്യമല്ല ദുആ ചെയ്യാൻ. അതിന് അങ്ങനെ നിങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടെച്ചല്ലേ അത് ഓലെടുത്ത് പറഞ്ഞാൽ മതി, നമ്മളെടുത്ത് പറയണ്ട, ഏൽക്കൂല. അത് ആരിഫ് ഹുസൈനെ പോലത്തെ ഒക്കെ പാടം എന്നാ നടക്കും, അല്ലാണ്ട് ഞമ്മക്കൊന്നും അത് പറ്റൂല. ആരിഫ് ഹുസൈൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ 2 കൂട്ടരും പേച്ചിക്കുണേ. ആരിഫ് ഹുസൈന് ഇതൊക്കെ നിഷേധിച്ചിട്ട് ഒരു തലക്കെന്നൊരു തല വരെ നിഷേധിച്ച് തള്ളിക്കൊണ്ട് പിഴച്ചു പോയി, വിശ്വാസം നഷ്ടപ്പെട്ടിട്ട്. അതേ കാര്യം തന്നെയാണ് നിങ്ങളിലും പറ്റിയിട്ടുള്ളത്. ആരിഫ് ഹുസൈൻ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് യുക്തിവാദിയായി പോയി. നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ഖുറാഫിവാദിയായിട്ടും പോയി. രണ്ടും ഒരേ കാറ്റഗറിയാണ്. 2 കൂട്ടരും അള്ളാഹുവിനെയാണ് നിഷേധിക്കുന്നത്. ഞാൻ തെളിയിച്ചു തരാം. എൻ്റെ ഇൽമ എത്ര ഉള്ളതെന്നൊക്കെ എനിക്ക് മനസ്സിലായിക്കണു. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പാകത്തിന് ചിലക്ക് ഈ ചിലച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നന്ദികേട് കാണിക്കുകയാണ്, പരിശുദ്ധ ഖുർആനെ എതിരാണ് പറയുന്നത് എന്നുള്ള ഒരു ബോധം വേണ്ടേ? ഇതിനൊക്കെ ആരാണ് മൊയിലേറാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത്? ഏത് പള്ളിക്കാണ് ഇതൊക്കെ നിൽക്കുന്നത്? അള്ളാഹുവിൻ്റെ ഖുർആനാണ് നിന്ദിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദീനിനെയാണ് ഈ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ച മയ്യത്താടോ മനുഷ്യ, ആ മയ്യത്തിനെ കൊണ്ടുപോയിട്ട് മറവി തന്നെ ചെയ്യുക. ദുആ ചെയ്തോ. എൻ്റെ അമ്മയും ബാപ്പയും മരിച്ചാലേ, എൻ്റെ ഉറ്റവരും ഉടയവരും മരിച്ചാലേ, ഇനി എൻ്റെ ആരും മരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ എന്ന് പറയുമ്പോൾ കണ്ണൂരേര് തെറ്റിയിരിക്കണ്ട, അവനവൻ്റെ ഉറ്റവരും ഉടയവരും മരിച്ച അവർക്ക് വേണ്ടിയിട്ട് നല്ലോണം ദുആ ചെയ്യേ. ഇനി നമ്മൾ ജീവിച്ചിരിക്കണമല്ലോ, നമ്മളെ ഉറ്റവരും ഉടയവരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണ്ട. അവർ ദുആ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ നരകത്തിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റിസാലത്തും അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. ഇതുപോലെയുള്ള പടുജാഹിലീങ്ങൾ റംലാൻ മാസമാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ കലാമിനെയാണ് നിന്ദിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് കളങ്കാണ് വരുത്തുന്നത്, അസ്തിത്വമാണ് ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇജ്ജൊന്നും വിചാരിച്ച എന്നെ പോലെ എത്രണ്ണം വിചാരിച്ചാലും നടക്കൂല അള്ളാഹുവിൻ്റെ അസ്തിത്വമായ ആ വഹദാനിയത്തിനെ എതിര് നിൽക്കാൻ. മരിച്ചവരെ കേൾക്കൂല്ലെന്ന് ഞാൻ പലപ്പോഴും പല വഹാബികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാം. മിനിമം നിങ്ങൾ വഹാബിസം എന്താന്ന് പഠിക്കണം. നിങ്ങളെ വലിയ മുഫ്തി, അതായത് ഇമാമിങ്ങളെക്കാൾ വലിയ ആളാണ് എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന ഇബ്നു തൈമിയ്യന്റെ കിതാബെങ്കിലും മിനിമം ഒന്ന് മറച്ചു നോക്കണ്ടേ? അല്ല, ഈ ഇബ്നു തൈമിയ്യാണോ ദീനുൽ ഇസ്ലാമിന്റെ അവസാനത്തെ വാക്ക്, അതോ കിതാബുല്ലയും സുന്നത്ത് റസൂലുള്ളയുമാണോ? ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്നല്ല ഇവിടെ. ഇബ്നു തൈമിയ്യ തെറ്റു പറഞ്ഞെങ്കിൽ ഒരു മനുഷ്യനും തെറ്റ് സംഭവിക്കാതിരിക്കൂല. നിങ്ങൾ അന്തം കുന്തം അല്ലാണ്ട് കാന്തവരം നരകത്തിക്കാണെങ്കിൽ ഞങ്ങളും നരകത്തിക്ക് എന്ന് പറഞ്ഞ് നടക്കണ മൊയന്തുകളല്ലേ അല്ലേ? ഇബ്നു തൈമിയ്യ തെറ്റു പറഞ്ഞെങ്കിൽ തെറ്റാണ്, അത്ര ഉള്ളേ. അള്ളാഹിൻ്റെ റസൂലിന് മാത്രമേ തെറ്റ് സംഭവിക്കാത്തുള്ളൂ. അള്ളാഹു പറഞ്ഞ
കിതാബുല്ല, അള്ളാന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസുകൾ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു ഇബ്നു തൈമിയല്ല. അതൊക്കെ വഹാബികളെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. ഇത് ഖുർആനും സുന്നത്തും പറഞ്ഞവരൊക്കെ വഹാബിയാണെന്ന് കരുതി പോയില്ലേ? പറ. അതിൽ പച്ചയായിട്ട് മൂപ്പര് പറയുന്നുണ്ട്. ഇബ്നു തൈമിയന്റെ വാദം നിങ്ങൾ തള്ളാൻ നിൽക്കരുത്. അത് നിങ്ങളെ കിതാബുകളിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളെ ഓരോ പതിപ്പും അള്ളാന്റെ കിതാബ് തള്ളിയിട്ടാണ് ഇബ്നു തൈമിയനെ താങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇബ്നു തൈമിയ തെറ്റ് പറഞ്ഞ തെറ്റ്, അത്രേ ഉള്ളൂ. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. ഏതെങ്കിലും പള്ളി പോയി പറഞ്ഞോ. പറ. മാസികകളിൽ നിങ്ങൾ എഴുതിയതാണ്. ഇബ്നു തൈമിയന്റെ വാദമെങ്ങാനും തള്ളണ ഒരാൾ വിശുദ്ധ ഖുർആൻ തള്ളണ പോലെയാണെന്ന് പറഞ്ഞേ. ആ ഇബ്നു തൈമിയ അങ്ങനെ ഒരു വാദം എനിക്കില്ല. ഇബ്നു തൈമിയയുടെ മുഴുവൻ വാദങ്ങളും എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു വാദം പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസിനും എതിരാണെങ്കിൽ ഇബ്നു തൈമിയ അല്ല, ഇബ്നു തൈമിയയുടെ അപ്പുറത്തുള്ളവനെ ഞാൻ തള്ളും. ഞാൻ പറഞ്ഞുകൊണ്ടു ഖുർആന് സുന്നത്ത് അത് അടിസ്ഥാനമാക്കിയിട്ട് ആര് വാദം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഖുർആനും സുന്നത്തും മകാലല്ല വമകാല റസൂലുള്ള, കിതാബുല്ല സുന്നത്ത് റസൂലുള്ള, അതിൻ്റെ അപ്പുറത്തേക്ക് ആര് ഈ രണ്ട് കാര്യത്തിനെതിരെ പറഞ്ഞുകൊണ്ടോ തള്ളും. അതൊക്കെ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. ഇതാണ് നിങ്ങൾക്ക് പറ്റിയത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇബ്നു ഖയ്യിമിനെ എടുക്കും, അല്ലെങ്കിൽ ഇബ്നു തൈമിയനെ എടുക്കും. അതൊന്നും ഇവിടെ വില പോവില്ല. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസിനും എതിരായിട്ട് ആര് പറഞ്ഞോ തള്ളുവേ. 2 വട്ടമല്ല 3 വട്ടം തള്ളും. ആ ഇബ്നു തൈമിയ പറയുന്നുണ്ട് മരിച്ചവർ കൃത്യമായിട്ട് കേൾക്കുമെന്ന്. മരിച്ചവർ കൃത്യമായി കേൾക്കുമെന്ന് പറഞ്ഞ ആ ഇബാറത്ത് വായിച്ചിട്ട് അർത്ഥം വെക്കാൻ അനക്ക് ധൈര്യമുണ്ടോ? ആംബിയർ ഉണ്ടോ? മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന മനുഷ്യനെ ഇവിടെ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കേൾക്കുമെന്നും അത് കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുമെന്നും അള്ളാന്റെ ഖുർആന് വിരുദ്ധമായിട്ട് ഇബ്നു തൈമിയ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ ഗ്രന്ഥം ഇന്നതാണ്, ഇന്ന ഇബാറത്താണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുവാൻ കഴിയുമോ ഖുറാഫി? കുബൂരിയും ഖുറാഫിയും ഒക്കെപ്പാടായിട്ടുള്ളവനെ കഴിയുമോ? ഒരു മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യനെ മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ട് കബറിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ട് അതിനുശേഷം ഇവിടുന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെന്നും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്നും ഇബ്നു തൈമിയ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? ഈ ജഹാലത്ത് മാത്രം പോരല്ലോ അല്ലേ? അനക്ക് അന്തം കുന്തണെങ്കിൽ പറഞ്ഞോണ്ട. അള്ളാന്റെ ഖുർആനിന് വിരുദ്ധമായിട്ട് ഇബ്നു തൈമിയ എഴുതിയിരിക്കണോന്ന്. അള്ളാന്റെ ഖുർആനിൽ എന്താ എഴുതിയത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമുൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. എന്തേ പറഞ്ഞത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ വിളിച്ച് തേടിയാൽ ഓലത് കേൾക്കൂലാന്ന്. വലവ് സമയൂ നീ കേൾക്കുന്നു എഴുതിയാൽ തന്നെ മസ്തജാബുലക്ക് ഉത്തരം തരൂലാന്ന്. അള്ളാന്റെ ഖുർആനിന് വിരുദ്ധമായിട്ട് ഇബ്നു തൈമിയ അല്ല ആര് പറഞ്ഞാലും ഇവിടെ തള്ളുവേ. കൊണ്ടുവരേ. ഇബ്നു തൈമിയ പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന് വിരുദ്ധമായിട്ട് എന്താ പറഞ്ഞിരിക്കണത്? മരിച്ചവർ കേൾക്കുമോ കേൾക്കില്ലേ? അതല്ലല്ലോ ഇവിടുത്തെ ചർച്ച. മരിച്ചവരെ അന്നെപ്പോലെയുള്ള ജാഹിലിനെ വിളിച്ച് കേൾപ്പിക്കാൻ പറ്റുമെന്നല്ലേ? അതല്ലേ? മരിച്ചവരെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലായിക്കത്തും പോയി ചോദിക്കുന്നു, അവർ കേൾക്കുന്നു. അതല്ല ഇവിടുത്തെ ചർച്ച. മരിച്ചോല് കേൾക്കോ കേൾക്കൂലേ, കേൾക്കൂലേ കേൾക്കുവോ? അതല്ല. നിങ്ങൾ ഇവിടെ നിന്നിട്ട് ശിർക്കായ തേട്ടണ്ടല്ലോ, മമ്പറത്തെ തങ്ങളെ കൂട്ടിനെ കൊണ്ടാ, അത് കഴിഞ്ഞാൽ CM മടപൂരേ മറ്റേത് കൊണ്ടാ, അല്ലെങ്കിൽ രാത്രി ഒപ്പം കടന്നുറങ്ങാൻ പാ ഏതെങ്കിലും താത്താരി ഇരുന്നിട്ട് വിളിക്കുന്നുണ്ടാവുമല്ലോ. അതല്ലേ മൊയ്ലിയന്മാർ പറഞ്ഞുണ്ടാക്കിയത്. എന്നോട് കൂടുതൽ ഈ റംസാൻ മാസത്തിൽ പറയിപ്പിക്കല്ല. പൊന്നാര സഹോ, പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ വാദം കിട്ടുന്നത്? ഖുർആനിൽ നിന്ന്. ഖുർആൻ സൂറ ഫാത്തിർ 35-ാം അധ്യായം 14-ാമത്തെ ആയത്ത് എടുത്തു നോക്കേ. ഇവരെ കണ്ടിട്ടില്ലല്ലോ. ഖുർആൻ ഇങ്ങനെ വല്ല ഒരു കമന്റ് വന്നത് എന്താണെന്നറിയോ? ചെരക്കല്ല് കൂടി കാളവണ്ടി പോണ പോലെ അങ്ങനെ ഖുർആൻ ഓതി പോകുകയല്ല, അതിൻ്റെ ഒപ്പം അതിൻ്റെ അർത്ഥം കൂടി, അതിൻ്റെ ആശയം, അതിൻ്റെ വസ്ത്രമായ അക്ഷരങ്ങൾ ഇങ്ങനെ ഉരുവിട്ട് പോയി കൊണ്ട് കാര്യമല്ല. അതിൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങ്, ഖുർആൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങ്, അപ്പം കിട്ടുതൊക്കെ. നമ്മളൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി, അങ്ങോട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഈ 5-8 കൊല്ലം കിതാബോധി എന്ന് പറഞ്ഞിട്ട് വലിയ കൊണാണ്ടാന്ന് പറഞ്ഞിട്ട് അന്നെപ്പോലുള്ള ആളുകളെയൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നാവുമ്മ നിർത്താൻ കഴിയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാന്റെ കിതാബും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസും ആരെങ്കിലും താല്പര്യങ്ങൾക്ക് വളച്ചൊടിച്ച ഹദീസ് ഞാൻ എടുക്കലില്ല. അള്ളാന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസ് പരിശുദ്ധ ഖുർആൻ, അത് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഹദീസ് ഗ്രന്ഥങ്ങൾ കൊണ്ട് തന്നെയാണ്, ആ വാക്കുകൾ കൊണ്ട് തന്നെയാണ്, ആ ജീവിതം കൊണ്ട് തന്നെയാണ്. അതിനൊക്കെയാണ് ഹദീസ് പഠിക്കേണ്ടത്. മനസ്സിലായോ? പറ. കുറച്ച് ലാസ്റ്റ് പഴയ ബ്ലണ്ടർ വീണ്ടും അടിക്കണ്ട്. പറഞ്ഞ വീണ്ടും ഞാൻ ചോദിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിന് ഖുർആനിൽ നിന്ന് തെളിവ് കൊണ്ടുവാ മൗലവി. ശരി. അപ്പോൾ ഈ കാര്യത്തിന് 3 കാര്യമാണ് പറയാനുള്ളത്.
ഒന്ന്, ഇപ്പം സമയം 11 മണി, രാവിലെ 11 മണി, ഗുഡ് നൈറ്റ്. ഇനി നേരം വെളുക്കാത്ത കണക്കൊക്കെ ഇപ്പം ഗുഡ് നൈറ്റ് പറഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ. 2, ലാ ബുർഹാന ബിഹി, അണക്കൊന്നും ഖിയാമത്ത് നാൾ വരെ ഒരു തെളിവുമില്ല. 3, കാലൂ സലാമ. ഈ ജാഹിലീങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞേക്കാൻ എന്നല്ല, എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 1-2 കമൻറ്റിൽ പറഞ്ഞു, ഇപ്പം എനിക്കൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ടെന്ന്. ഈ ജാതി ജാഹിലിനൊക്കെ മറുപടി പറഞ്ഞിട്ട് ഈ റംസാൻ മാസത്തിൽ എന്തിനാണ് നല്ല സമയം കളയണത്? ജാഹിലി എന്ന് പറഞ്ഞാൽ വലിയൊരു മോശപ്പെട്ട തെറിയായിട്ടൊന്നും ആരും കരുതണ്ട. വിവരമില്ലാത്തവൻ, ജഹാലത്തുമായിട്ട് നടക്കുന്നവൻ എന്നുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ 1-2 തവണ വിളിച്ചിട്ടുണ്ട്. അതായത് അള്ളാൻ്റെ റസൂലും ഇവിടെ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൻ്റെ ഘടകവിരുദ്ധമായിട്ട് മയ്യത്തിനെ വിളിച്ച് തേടിയിട്ട് മയ്യത്തെ കുട്ടിനെ കൊണ്ടാ, മയ്യത്തെ അതുകൊണ്ടാ, മയ്യത്തെ തേങ്ങാക്കൊല കൊണ്ടാന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് വേഷം കെട്ടി നടക്കുന്ന വേഷപ്രച്ഛന്നനായ ജാഹിലാണിത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ള വാക്കുകൾ നമുക്ക് 6 നോമ്പ് കഴിയട്ടെ, നമുക്ക് 2-3 വിളിക്കാം. എന്തായാലും ഇജിന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് മറുപടി ഇല്ല. 10 പൈസൻ്റെ ബുദ്ധിയില്ല. 1-ാം ക്ലാസ് പഠിക്കണ കുട്ടിനോട് ചോദിച്ചാൽ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓൻ പറയും അള്ളാനെന്ന് പറയും. കേൾക്കണോ സുൽത്താനെ? ഇവിടെന്നാ. പ്രിയമുള്ളവരെ, 1-ാം ക്ലാസ്സുകാരന് അവന് ചെറിയ പനിയുണ്ട്, കിടന്നിക്കുകയാണ്. അപ്പം അവൻ ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ നേരെ മൂത്തതിനെ വിളിക്കാം. വാ, നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കണ്ടേ? അള്ളാനോട്. അല്ലില്ലാത്തവരോട് പ്രാർത്ഥിക്കണ എന്താണ്? ഷിർക്ക്. അതിവിടെ ഏതോ തലയിൽ കെട്ടിയിട്ട് നടക്കുന്ന മൊയ്ലിയാക്കന്മാരില്ലേ, ഓൽക്കും കൂടി അറിയില്ല. ഇജ്ജ് പഠിച്ചിരുന്ന മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നേ? അള്ളാഹിനോട് പ്രാർത്ഥിക്കാനോ? അല്ലില്ലാത്തവരോട് പ്രാർത്ഥിക്കല്, വിളിച്ചു തേടല്. അനക്ക് എത്ര വയസ്സായി? 11 വയസ്സ്. അവിടെ പോയിക്കോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രിയമുള്ളവരെ. 11 വയസ്സായ കുട്ടി പറയാണ് വിളിച്ചു തേടേണ്ടത് അള്ളാഹിനോടാണെന്ന്. മുത്തങ്ങട മൂപ്പും കുമ്പളങ്ങട നേരെയോടിയ മൊയ്ലിയാക്കന്മാർ പറയാണ് ഏത് മരിച്ച മയ്യത്തിനോടും വിളിച്ച് പ്രാർത്ഥിക്കാന്ന്. എന്തിനാ അനക്കൊക്കെ മറുപടി? അള്ളാഹ് കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.